സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇപ്പം ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ ബയോഡൈവേഴ്സിറ്റി ത്രെട്ടുകളാണ് ഇന്ത്യയിലുള്ള, ഏതൊക്കെയാണ് ഇന്ത്യയിലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുക. ഓക്കെ, സോ യു ആർ സ്റ്റാർട്ടിങ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള രണ്ടുമൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യ ബേസിക്കലി ഇന്ത്യയുടെ താഴെ പെനിൻസുലാർ റീജിയനൊക്കെ ബിലോങ്സ് ടു ട്രോപ്പിക്കൽ ഏരിയാസ്. ഈവൻ ദി ഹിമാലയൻ ഏരിയാസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ അപ്പുറത്തെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹിമാലയൻ ഫോറസ്റ്റ്, ഹിമാലയൻ വെജിറ്റേഷൻ, ഹിമാലയൻ ഇക്കോസിസ്റ്റം, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വെജിറ്റേഷൻ മാറുന്ന ഒരു ഏരിയയാണ് ഹിമാലയന് 8 കിലോമീറ്ററിന് ഹൈറ്റുള്ളതാണ് ഹിമാലയത്തിന്. ചിലയിടത്തൊക്കെ 7 കിലോമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം ഹൈറ്റ് കൂടുന്തോറും എന്ത് കൂടും? മഞ്ഞിൻ്റെ സ്വാധീനം കൂടും. അപ്പോൾ അതനുസരിച്ച് വെജിറ്റേഷൻ്റെ ടൈപ്പ് വ്യത്യാസം വരും. ഇവിടെയൊക്കെ ഭയങ്കര വലിയ മരങ്ങളാണ്, ഇങ്ങനെ മുകളിൽ ചെറിയ മരങ്ങൾ. അപ്പോൾ അവിടെ ഭയങ്കര ഡെലിക്കേറ്റ് പ്ലാൻ. അപ്പോൾ ഹിമാലയൻ ഇക്കോസിസ്റ്റം ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പം നോർത്ത് ഈസ്റ്റ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൻ്റെ ഇപ്പോൾ താഴെയുള്ള ഷില്ലോങ് അല്ലെങ്കിൽ നാഗാലാൻഡ് അങ്ങനെയുള്ള ഏരിയ, ആസാമൊക്കെ ഭയങ്കര ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണെങ്കിൽ ചുടങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സിക്കിം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഉത്തരാഞ്ചൽ, നേപ്പാളിൻ്റെ ഒക്കെ ഏരിയയിൽ, ഉത്തർപ്രദേശ്. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, ഭയങ്കര ഹിമാലയൻ ടൈപ്പിലാണ്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ മഞ്ഞ് ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, അങ്ങനെയുള്ള ഇക്കോസിസ്റ്റമാണ് അവിടെ. അപ്പം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റും നോർത്തും ഭയങ്കര വ്യത്യസ്തപരമായ ഇക്കോസിസ്റ്റം ഉള്ളതാണ്, പ്രത്യേകിച്ച് ഹിമാലയൻ ഏരിയാസൊക്കെ. പിന്നെ നമ്മൾ ഇന്ത്യയിൽ താഴോട്ട് വരുവാണെങ്കിൽ പെനിൻസുലാർ ഏരിയയിലൊക്കെ ശരിക്കും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. രാജസ്ഥാനം കണ്ടു വരുമ്പോൾ ഡിസേർട്ട് ഇക്കോസിസ്റ്റമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻസിലൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഇക്കോസിസ്റ്റം ഭയങ്കര ഡൈവേഴ്സ് ആണ്. ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സിറ്റി ഇല്ല, അതായത് ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഭയങ്കര ത്രെട്ടിനെ അല്ലെങ്കിൽ ഭീഷണികളെ നേരിടുന്ന. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ത്രെട്ടാണ് ഇന്ത്യയിലെ പലതരത്തിലുള്ള സ്പീഷീസ് നേരിടുന്നത്. ഓക്കെ, സോ ഫ്രം ദി ബിഗിനിങ്, India is one of the most biodiversity rich regions in the world. India has a wide range of ecosystem and zones. ഓക്കെ, അപ്പം പലതരത്തിലുള്ള ഇക്കോസിസ്റ്റം, പല ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം, ഡെസേർട്ട് ഇക്കോസിസ്റ്റം, ഡെസിഡസ് എന്ന് ഇല പൊഴിക്കുന്ന, നമ്മുടെ തേക്ക് ഇല പൊഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തേക്കൊക്കെ നമ്മുടെ ഇവിടെ പറ്റിയ സസ്യങ്ങളല്ല. തേക്കൊക്കെ ഒറീസ, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കർണാടക, ഡെക്കാൻ പ്ലേറ്റോയിലൊരു സസ്യം തേക്ക്. നമ്മളിവിടെ കൊണ്ട് ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കുക. ഏറ്റവും സാധനം വേനൽക്കാലത്ത് ഇല പൊഴിച്ച് നിൽക്കുന്ന കണ്ടല്ലേ. ഇല പൊഴിക്കാത്ത സസ്യങ്ങളാണ് നമുക്ക് ചേരുന്നത്. റബ്ബർ നമുക്ക് ചേരുന്ന, കാരണം അത് ആമസോൺ ഫോറസ്റ്റിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ ഒരു സസ്യമാണ് റബ്ബർ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇല വീഴുന്നത് കണ്ടിട്ടില്ലേ. പ്ലാവ് ഇല പൊഴിക്കുന്നുണ്ടോ? ഇല്ല. ആനി അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓണായിട്ടുള്ള വെജിറ്റേഷൻസ് ആണ്, നമ്മുടെ ഇവിടുത്തെ ഓണായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ നമ്മൾ ഏറ്റവും സാധനം പറഞ്ഞ ട്രീസൊക്കെ ഡെസിഡസ് ഫോറസ്റ്റിലെയാണ് തേക്ക് നമുക്ക് അന്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ത്യയിലെ ഇക്കോസിസ്റ്റം ഭയങ്കര ഡൈവേഴ്സാണ്. ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം ഉണ്ട്, ഡെസേർട്ട് ഇക്കോസിസ്റ്റം ഉണ്ട്, ട്രോപ്പിക്കലിന് തന്നെ ട്രോപ്പിക്കൽ ഡെസിഡസ് ഉണ്ട്, ഡെസിഡസ് ഇല പൊഴിക്കുന്നത്. അതുപോലെ ഹിമാലയൻ ഇക്കോസിസ്റ്റം, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടെമ്പറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ ടെമ്പറേറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഡെസേർട്ടുകളുണ്ട്. അവിടെ നമ്മുടെ ലഡാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അത്ര റിച്ച് ആയിട്ടുള്ള ഡെസേർട്ട്, ഹൈ മൗണ്ടൻസ്, ഹൈലാൻഡ്സ്, ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, സ്വാം ലാൻഡ്സ്, പ്ലെയിൻസ്, താഴ്വാരങ്ങൾ, ഗ്രാസ് ലാൻഡ്സ്, ഏരിയ സറൗണ്ടിങ് റിവേഴ്സ്, ആസ് വെൽ ആസ് ഐലൻഡ് ആർച്ചിപ്പലാഗോസ്. ഏതാണ്? ഐലൻഡ് ആർച്ചിപ്പലാഗോസ് ഏതാണെന്നറിയോ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്സ്. So besides India has 4 biodiversity hotspots: the Himalayas, the Western Ghats, the Indo-Burma region and the Sundaland. Okay, Andaman and Nicobar Islands നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. India has just 2% of Earth's surface but contains nearly 11% of gross biodiversity. 2% മാത്രമേ, ഒരു സെക്കൻഡ്, 2% മാത്രമേ ലോകത്തിലെ ലാൻഡ് സർഫേസിൻ്റെ 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷേ ഇന്ത്യ ലോകത്തിലെ ബയോഡൈവേഴ്സിറ്റിയിൽ എത്രയുണ്ട്? 11% ഉണ്ട്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇന്ത്യ ഭയങ്കര ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയ. അതാണ് നമ്മുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ തുടക്കം. ഓക്കെ, കൺക്ലൂഷന് മുമ്പ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ തുടക്കം അതാണ്. India is one of the 12 mega diversity regions nations of the world
ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. നമ്മൾ പറയാം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഭയങ്കര ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയനാണെന്ന് പറയുന്നത്. ഒന്ന്, ഇറ്റ് ഹാസ് 7.3% of the global fauna and 10.88% of the global flora as per the data collected by Ministry of Environment and Forest. മനസ്സിലല്ല, മരങ്ങളും സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ 7.3, 10.88. It has 350 different mammals, 1,200 species of birds, 453 different reptiles, 182 amphibians and 45,000 plant species. It has 50,000 known species of insects, which include 13,000 butterflies and moths. It has 10 different geographical regions and 25 biotic provinces having varieties of lands and species. In addition to geographical distribution, geographical events in the land must provide high level of biological diversity. അപ്പോൾ നമ്മൾ മൺസൂണിൻ്റെ ഒരു നാടാണ്, ശരിയല്ലേ? മൺസൂൺ എവിടെയുണ്ട്? മൺസൂൺ സൗത്ത് വെസ്റ്റ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഉണ്ട്, മാംഗ്രോ റെയിൻഫോൾ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയും. അപ്പോൾ മൺസൂൺ വലിയൊരു എലമെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ താഴത്തെ സൈഡിൽ പ്രസിപ്പിറ്റേഷൻ മൺസൂൺ ടൂസിലാണെങ്കിൽ ഏറ്റവും ഹിമാലയൻ റീജിയനിൽ ഇഷ്ടംപോലെ മഞ്ഞു ഉണ്ട്. ഇപ്പുറത്ത് രാജസ്ഥാൻ്റെ സൈഡിലാണെങ്കിൽ ഡെസേർട്ടുകളുണ്ട്. അപ്പോൾ ഇന്ത്യ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെതർ ക്ലൈമാറ്റിക് പാറ്റേൺ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഭയങ്കര വലിയ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ ഉപരി ജിയോളജിക്കൽ ഈവൻറ്റ്സ് ഇന്ത്യ ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നമുക്കറിയാം ഹിമാലയൻ ഒരു ഫ്രാക്ചർ ഫോൾട്ട് മൗണ്ടൻസ് ആണ്. അതേസമയം ആരവല്ലീസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഏതാണ് വെസ്റ്റേൺ ഗാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറോഡിങ് മൗണ്ടൻസ് ആണ്. മൗണ്ടൻസ് ഈറോഡ് ചെറുതായി പോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ ഗാറ്റ്സിൽ ഈ ഭൂമി ഉണ്ടായ കാലഘട്ടത്തെ സസ്യജാലങ്ങൾ കാണും. ഹിമാലയത്തിൽ പുതിയതൊക്കെ ആയിരിക്കും കാണുന്നത്. സെവറൽ ക്രോപ്സ് എറോസ് ഇൻ ദി കൺട്രി ആൻഡ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. ഇഷ്ടം പോലെയുള്ള സസ്യങ്ങൾ, ഭൂമിയിലെ സസ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനിച്ചതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാംഗോ എന്ന് പറയുന്നത് നമ്മളിവിടെ ജനിച്ചാണ്. മാങ്ങ എന്നാണല്ലോ അതിൻ്റെ മലയാളം വാക്ക്. മാങ്ങ എന്നുള്ള മലയാളം വാക്കില്ല, മാംഗോ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നു. അപ്പോൾ മാങ്ങ നമ്മളിവിടെ ഉള്ളതാണ്. മാംഗോ ലോകത്തിലെ ഫ്രൂട്ടിലൊരു പ്രധാനപ്പെട്ട ഫ്രൂട്ടല്ലേ. ആപ്പിളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും വിദേശീയർ മാംഗോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ക്രേസാണ്. മാംഗോ അത്ര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ തന്നെ ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടുന്ന് തന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുള്ളൂ. Okay, so that is about different types of fruits. There is wide variety of domestic animals like cows, buffaloes, goats, sheep, pigs, horses, etc. The marine biota includes seaweeds, fishes, അതുപോലെ crustaceans, mollusks, corals, reptiles, etc. There are number of hotspots. Eastern Ghats ഒരു ഹോട്ട്സ്പോട്ടാണ്. ഈസ്റ്റേൺ ഘാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ഈ സൈഡിലുള്ള കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെയാണല്ലോ താമസിക്കുന്നത്, ഇങ്ങനെ പാവയ്ക്ക പോലെ. ഓക്കെ, വെസ്റ്റേൺ ഘാറ്റ്സ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് എക്സെട്ര. ഏതാണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്? ഗാരോ, ഹാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഈ സൈഡിൽ ഏതാണ് മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര അവിടെയുള്ള ഹിൽസാണ് ഈ ഗാരോ, ഹാസി, അങ്ങനെ 5 ഹിൽസ് ഉണ്ട്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഡിവൈഡഡ് into 10 geographical regions and 25 biotic provinces. 25 ബയോട്ടിക് പ്രൊവിൻസ് ആയിട്ടും 10 ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ് ആയിട്ടും ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പം ജിയോഗ്രഫിക്കൽ റീജിയൻ ഏതാണ്? ട്രാൻസ് ഹിമാലയൻസ്, മുകളിലുള്ള ഗംഗാറ്റിക് പ്ലെയിൻസ്, ഡിസേർട്ട്, സെമി ആരിഡ് സോൺസ്. അപ്പോൾ അത് സെമി ആരിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് പോലുള്ള ഏരിയ കേട്ടോ. വെസ്റ്റേൺ ഘാറ്റ്സ് നമ്മൾ താമസിക്കുന്നത് ഡെക്കാൻ പെനിൻസുല. ഡെക്കാൻ പെനിൻസുല ഒരു ഭാഗമാണ് നമ്മുടെ വയനാടൊക്കെ. വയനാട് ഇങ്ങനെ കോഴിക്കോട് ചുരം കയറി കഴിഞ്ഞാണല്ലോ നമ്മൾ വയനാട് ചെല്ലുന്നത്. അതുവരെ നമ്മളെല്ലാം താഴെ താമസിക്കുന്നത്. ഇത് ചുരം കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഡെക്കാൻ പ്ലേറ്റയുടെ ഒരു എക്സ്റ്റൻഷനാണ് വയനാട്. പിന്നെ അത് കഴിഞ്ഞ് മൈസൂര, ഇങ്ങോട്ട് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വയനാട് വേറൊരു ഏരിയ നമുക്ക് പറയാൻ പറ്റും, ഡെക്കാൻ പെനിൻസുല. ഇനി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സോൺ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഗാരോ, ഹാസി ഹിൽസ്, അതുപോലെ സിക്കിം, അവിടെ എല്ലാം ഉള്ളതാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സോൺ. കോസ്റ്റൽ ലാൻഡ്സ് നമുക്കറിയാമല്ലോ, ഇന്ത്യക്ക് ഭയങ്കര നീണ്ട ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ട്. ഹിമാലയാസ് നമുക്കറിയാമല്ലോ, ഇത്രയും വലിയ ഹിമാലയൻ മൗണ്ടൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഐലൻഡ്സ് എവിടെയാണ്? ഇവിടെ നമുക്ക് ആൻഡമാൻ നിക്കോബാർ, ഇവിടെ നമുക്ക് ലക്ഷദ്വീപ്. ഓക്കെ, സോ ഇത്രയും ബയോജിയോഗ്രഫിക്കൽ റീജിയൻ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്നത് ഇന്ത്യയിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസും എൻഡമിക് സ്പീഷീസുമാണ്. ഇൻ ഇന്ത്യ ദർ ആർ അറൗണ്ട് 400 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, 18 നാഷണൽ പാർക്സ്. പിന്നെ ദിസ് ഗീവ്സ് ഷെൽട്ടർ ടു ദി വൈഡ് റേഞ്ച് ഓഫ് വൈൽഡ് ആൻഡ് എൻഡേഞ്ചേർഡ് വൈൽഡ് ആനിമൽസ്. ബിക്കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് അതർ ഹ്യൂമൻ ആക്ടിവിറ്റി, വൈൽഡ് ആനിമൽസ് ലോസ്റ്റ് ദർ ഹാബിറ്റാറ്റ്
ആൻഡ് റീച്ച് അറ്റ് റിസ്ക് ഓഫ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. നമ്മൾ പറയാണല്ലോ ഇന്ത്യയിലെ വൈൽഡ് ആനിമൽസ് ഭയങ്കര എക്സ്റ്റിങ്ഷനെ നേടുക. കാരണം അതിന് ഒന്നാമത് ഫോറസ്റ്റ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടാമത് എന്നറിയാം ആളുകളുടെ വേട്ടയാണ്, പോച്ചിങ് പോലെയുള്ള സംഭവങ്ങൾ. ഇന്ത്യ ഈസ് ലോസിങ് their animals due to environmental pollution, deforestation, loss of habitat, human interference, poaching and hunting. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സാണ്? എൻവയറമെൻറ്റ് പൊല്യൂഷൻ കാരണം ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഡീഫോറസ്റ്റേഷൻ കാരണം അവരുടെ അവസ്ഥ, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്, ഹ്യൂമൻ ഇൻ്റർഫറൻസ് മനുഷ്യൻ്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ, ബിസിനസ്സിനുണ്ടല്ല, പോച്ചിങ്, ഹണ്ടിങ്, ഇതെല്ലാം കാരണം ഇന്ത്യയുടെ ആനിമൽസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഫോളോയിങ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇൻ ഇന്ത്യ. ഇനി നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പറയുക ഏതൊക്കെയാണ് ഇന്ത്യയിൽ. പോയി കേട്ടോ, ഒരു സെക്കൻഡ് ഞാൻ ഒന്നുകൂടെ വ്യൂ ആണോ നോക്കട്ടെ. കിട്ടിയില്ലേ? ഇപ്പം കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ഇതെന്താ എല്ലാവരും മിണ്ടാതെ അവിടെ ഇരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ? ഓ എൻ്റെ ദൈവമേ, മരിച്ചാൽ മതി ഇനി ഇതുപോലെ ഒരു ഒച്ചയില്ലാത്ത പിള്ളേർ. ആ ഇപ്പം എല്ലാവരും ഞാനാ നീയാന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബോറ് പരിപാടി പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ. നിങ്ങളവിടെ ഉണ്ടോയെന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല. ഞാനിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളവിടെ ബയോഡൈവേഴ്സിറ്റി ഇന്ത്യ നമ്മുടെ ടോപ്പിക്കായി. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങളാണെങ്കിൽ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യുമോ? ഭയങ്കര പാടാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമ്മൾ ഇടം വരെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തരിക. നിൽക്കടാ ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന ഇന്ത്യയിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഗംഗയിലുള്ള ഡോൾഫിൻ. ഗംഗയിലും ഡോൾഫിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കേട്ടോ, അവിടെ കുഞ്ഞുതരം വലിയ ഡോൾഫിൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഡീവർ വന്നു. ഓക്കെ, അങ്ങനെ ശരിയാ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഗംഗയിലുള്ള ഡോൾഫിൻ അത് ഈ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകും, പിടിച്ച് അതിനെ വിൽക്കാനിടും. നമുക്കറിയാലോ അവിടെ ഈ ഡോൾഫിൻ കടലിലുള്ള സംഭവം ഒരു നദിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിക്ക് എത്ര വലിപ്പം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നദിക്ക് എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഗംഗയിലുള്ള വളരെ ചെറിയൊരു ഡോൾഫിൻ ഉണ്ട്. ഇപ്പം ഡോൾഫിൻ പറയുമ്പോൾ പുറത്താണുള്ളത്, പക്ഷേ ഇവിടെ അതുണ്ട്. ഭയങ്കര എന്താ പറയുക, എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എൻഡമിക് ആയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നമ്മുടെ ഗംഗയിലെ ഡോൾഫിന്. ഓക്കെ, അപ്പം ദിസ് സ്പീഷീസ് ലിവ്സ് ഇൻ ഗാംഗസ്, ബ്രഹ്മപുത്ര റീജിയൻസ് ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്. മതിയല്ലോ, അതിൻ്റെ പരിപാടി തീരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മുക്കുവന്മാരുള്ളത് ഈ രണ്ട് രാജ്യത്ത്. നേപ്പാളിൽ അത്രയില്ല കേട്ടോ. ടോട്ടൽ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ഇസ് ബിറ്റ്വീൻ 2500 and 3000. അപ്പോൾ എണ്ണം ഉള്ളൂ. 2500-3000 എണ്ണം മാത്രമേ ഡോൾഫിനുള്ളൂ. ഉണ്ടോ? 2 എണ്ണം പോകുന്നുണ്ടോ? ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്, എൻ്റെ കുഞ്ഞായിരിക്കും. അപ്പോൾ ഈ ഡോൾഫിനെ ഭയങ്കരമായിട്ട് ഹണ്ടിങ് ആണ് ആൾക്കാർ. ഗവൺമെൻറ് നിരോധിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഡോൾഫിനെ രണ്ടാമന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നത് രക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗംഗയിലെ ഡോൾഫിൻ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ മറക്കരുത്. പടമൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഈ ഡോൾഫിന് ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റിങ്ഷൻ്റെ അടുത്താണ്. 2500-3000 എണ്ണം മാത്രമേ ഇതുള്ളൂ. ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ വേട്ടയാടുവാണ്. അപ്പോൾ ഒരെണ്ണത്തെ നമ്മൾ കണ്ടു. നമ്മൾ തൊട്ടടുത്ത കാണാവേ. ഗാരിയൽ ഈസ് വൺ ഓഫ് ദി 3 crocodile species found in India. It is living in Chambal and ഗിർവാർ റിവേഴ്സ്. അപ്പോൾ 2 റിവേഴ്സാണ് മധ്യപ്രദേശിൽ കൂടെ ഒഴുകുന്നതാണ് പ്രധാനപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് മധ്യപ്രദേശിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഈ ചമ്പൽ നദി. ഉണ്ടാകും ചെറുതാട്ടോ, നമ്മൾ ഭയങ്കര വലുതൊന്നുമല്ല. സാധാരണ മുതല വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗമാണ് പ്രധാനപ്പെട്ടത്. മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് അതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിനെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട്. എണ്ണം ഭയങ്കര കുറവായിപ്പോയി. പ്രത്യേകിച്ച് ചെമ്പൽ നദിയിൽ ചിലയിടത്തുണ്ടല്ലോ മധ്യപ്രദേശിൽ ഇത് ഭയങ്കരമായിട്ടുണ്ട് ചിലയിടത്ത്. ഇപ്പം കുറഞ്ഞു വരുക ആളുകളുടെ ഹണ്ടിങ് മൂലം. കാരണം ഇത് ആളുകൾക്ക് ഹണ്ട് ചെയ്യാൻ എളുപ്പമാണ്. അത്രയും വലിയ ഭയങ്കര സൈസുള്ളതല്ല ഈ മുതല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കാണും സ്നോ ലെപ്പേർഡ്. അറിയാലോ, ദി സ്നോ ലെപ്പേർഡ് ഈസ് ഫൗണ്ട് ഇൻ ഹിമാലയസ് ബട്ട് ദെയർ നമ്പർ ഈസ് ക്വിക്ക്ലി ഡിപ്ലീറ്റിംഗ്. ഉണ്ടോ? അതിൻ്റെ ലുക്ക് ഉണ്ടോ? നല്ല ഫോട്ടോയ്ക്ക് അത് നല്ല കിടലിനായിട്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചപ്പോലെ ഇരിക്കും. അപ്പോൾ ഈ സ്നോ ലെപ്പേർഡും ഇങ്ങനെ എണ്ണത്തിൽ കുറവാണ്. ആളുകൾ വേട്ടയാടുന്നതുകൊണ്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥ അതിന് തിന്നാൻ പറ്റിയ മൃഗങ്ങളൊക്കെ ഇല്ലെന്നായിക്കൊണ്ടുകൊണ്ട് സ്നോ ലെപ്പേർഡ് ഇല്ലെന്നായി തിരിഞ്ഞ്. പിന്നെ അടുത്ത് റെഡ് പാണ്ട ഈസ് എ സ്പീഷീസ് ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ ഹിമാലയസ്. ഇപ്പം നമ്മുടെ സിക്കിം, അതുപോലെ തന്നെ ആസാം, വളരെ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിലൊക്കെ ഉള്ളതാണ് ഈ ഈ റെഡ് പാണ്ട. സാധാരണ ചൈനയിലെ പാണ്ട പോലെയല്ല കൊണ്ടിരിക്കുന്നുണ്ടോ. എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ പാതാനായിട്ട് അവിടെ കയറി ഇങ്ങനെ കിടക്കുകയുള്ളൂ.
പച്ചിലയാണ് കഴിക്കുന്നത്, പ്രത്യേകിച്ച് ബാമ്പുവിൻ്റെയൊക്കെ ഇലയാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കാം. ബാമ്പുവിൻ്റെ കൂമ്പൊക്കെ തിന്നാണ് ഇത് ജീവിക്കുന്നത്. പോച്ചിങ് ആൻഡ് ഹാബിറ്റൽ ലോസ് കോസ്റ്റ് ഈസ് നിയർ എക്സ്റ്റിങ്ഷൻ, ഏകദേശം എക്സ്റ്റിങ്ഷന് ആയി അത്. പിന്നെ ഇത് നമ്മളെ എണ്ണം മനുഷ്യർ പെരുകുന്ന പോലെ പെരുകുമൊന്നുമില്ല, ഇത് വളരെ കുറച്ച് കുച്ചുങ്ങളൊക്കെ കുട്ടികളെ ഇതിനെ ഉണ്ടാവുള്ളൂ. അതാണ് ഈ റെഡ് പാൻഡയുടെ ഒരു പ്രശ്നം. അപ്പോൾ ചൈനയിലുള്ള ബിഗ് പാൻഡയ്ക്ക് ഉള്ളൊരു അതിൻ്റെ വേറൊരു വെറൈറ്റി നമുക്ക് പറയാം. ഇനി 1 ഹോൺഡ് റൈനോസറസ്, ഒറ്റക്കൊമ്പുള്ള റൈനോസറസ്. മറ്റേ 2 കൊമ്പുള്ള റൈനോസറസ് അങ്ങനെ അതിൻ്റെ ഇവിടെ ചെറിയ രണ്ടാമതൊരു കൊമ്പുകൾ കാണും. അത് ആഫ്രിക്കയിലാണ് ഉള്ളത്. ഇതെവിടെയാണെന്നുള്ളത് ഇത് ഏഷ്യയിലുള്ള 1 ഹോൺഡ് റൈനോസറസ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ആസാമിലെ കാസിരംഗ എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കുണ്ട്. ഇത് നിങ്ങൾ ചിലപ്പം കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചാണ്. ആസാമിലെ ഈ കാസിരംഗ നാഷണൽ പാർക്ക് കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കത്തിന് എന്നാ സംഭവിച്ചെന്നറിയോ? മുങ്ങിപ്പോയി. അപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു ബ്രഹ്മപുത്രയിൽ. അതിൻ്റെ സംഭവിച്ചത് ഇതിൻ്റെ ഡെഡ് ബോഡീസ് അതിൽ ഒഴുകി നടന്നെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രമാത്രം ഇതിന് വെള്ളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും വെള്ളപ്പൊക്കം മൂലം ഇതിന് ഒത്തിരി എന്താ പറയുക, ഇതിന് അതിൻ്റെ ആവാസത പൂർണ്ണമായിട്ട് തീർന്നു, സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇല്ലെന്നേ പോയി. അപ്പം പിന്നെ അതുപോലെ പോച്ചിങ് ഇതിന് ഭയങ്കര, ആസാമിൽ ഇതിന് ഭയങ്കര പോച്ചിങ് ഉണ്ട്. എന്താ പോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടയാടൽ. അപ്പം കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് നോൺ ഫോർ ആഫ്റ്റർ 1 ഹോൺഡ് റൈനോസറസ് അല്ലെങ്കിൽ ഇന്ത്യൻ റൈനോസറസ്. നീലഗിരി താർ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുള്ള, ഇത്ര എണ്ണം ഉണ്ടെങ്കിലും കണ്ടിട്ടുള്ള ഒരെണ്ണം നേരിട്ട് കണ്ടിട്ടുള്ള. ഓക്കെ, എവിടെയാണ്? കേരളത്തിലെ മൂന്നാറിലാണ്. ഈ താർ എന്ന് പറയുന്നത് ഒരുതരം ആടിൻ്റെ ഇനമാണ്. ആടെന്ന് പറഞ്ഞൊരു സ്വഭാവം എന്നാണെന്നറിയാം, ആട് എപ്പോഴും കല്ല കയറി നിൽക്കും. നിങ്ങളൊരു നാടനാടിനെ വളർത്തിയാൽ പോലും കുറച്ച് ഇച്ചിരി കല്ലും ഇച്ചിരി മുള്ളും ഒക്കെ ഉള്ള സ്ഥലം ചെല്ലുകയാണെങ്കിലുണ്ടല്ലോ ആ സ്വാഭാവികമായിട്ട് കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുക. അതിൻ്റെ ഒരു സ്വഭാവം അതാണ്. അപ്പം ആട് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇനി ആടിങ്ങനെ ഒരു കയ്യാലി ഉണ്ടെങ്കിൽ ഓരോ ആട്ടും കുഞ്ഞിങ്ങനെ കയ്യാലയുടെ മുകളിൽ കൂടെ കയറി പോകുന്ന കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു സ്വഭാവം അതാണ്, കല്ലെ കൂടെ കയറി നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം, അതിൻ്റെ കൃത്യ സ്വഭാവമാണ് നമ്മൾ ഈ നീലഗിരിത്താറെന്ന്. നീലഗിരിത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി വരയാടെന്ന് പറയും. ആ ആട് ഭയങ്കര റെയറാണ്, ഇവിടെ മാത്രമേ ഉള്ളത്. തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിൽ മൂന്നാർ ഭയങ്കര പ്രശസ്ത. അപ്പം ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സംരക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് എ ഹൂഫ്ഡ് ആനിമൽ ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ നീലഗിരി ഹിൽസ് ഇൻക്ലൂഡിങ്, കൊമ്പൊക്കെ കുറവ് അതുകൊണ്ട് കേട്ടോ അങ്ങനെ വിളി, ഇൻക്ലൂഡിങ് മൂന്നാർ ഏരിയ ഓഫ് കേരള ആൻഡ് തമിഴ്നാട്. ഇറ്റ് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് തമിഴ്നാട്. തമിഴ്നാടിന് രാഷ്ട്രമൊന്നുമില്ല, തമിഴ്നാട് ദേശീയ മൃഗമായിട്ട് അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 15 കൊമ്പാണ്. ഓക്കെ, നീലഗിരി താർ കണ്ടോ? നല്ല ലുക്കല്ലേ നോക്കി. നിങ്ങളാരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാര്യം പറഞ്ഞ ആഗ്രഹമുണ്ട്, അവിടെ പോയിട്ടുണ്ട്, പക്ഷേ നീലഗിരി താറിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് നീലഗിരി ആടിൻ്റെ ഇനോ. ഇനി കാശ്മീരി റെഡ് സ്റ്റാർ ഉണ്ടോ? കൊമ്പ് ഉണ്ടോ? അതിൻ്റെ പ്രത്യേകത അതാണ്. ദിസ് ഈസ് എ സ്പീഷീസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ റീജിയൻ. നമ്പർ ഓഫ് ദിസ് വെറൈറ്റി ഈസ് എസ്റ്റിമേറ്റ് ടു ബി നിയർലി 200. എണ്ണത്തിലേ ഉള്ളൂ, തീരെ കുറവാണ്. ഇറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചർ. ഈ കാശ്മീരി സ്റ്റാഗിനെ വെടിവെച്ചതിൻ്റെ പേരിൽ ജയിലിലാകാൻ പോകുന്നൊരു സിനിമാ നടനൊക്കെ ഉണ്ട് കേട്ടോ, പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കാശ്മീരി സ്റ്റാഗ് അത്രമാത്രം റെയറാണ്. പണ്ട് കാശ്മീരിലെ രാജാക്കന്മാർ അതിനെ വേട്ടയാടുമായിരുന്നു. അയ്യോ, കാണാൻ പറ്റുന്നില്ലേ? അതെങ്ങനെ കാണാൻ പറ്റാതെ വരുന്നത്? യു ആർ പ്രസൻറ്റിംഗ് എന്നുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? അജയ് ആണോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാവേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാം. ശരി, സ്റ്റോപ്പ് പ്രസൻറ്റിങ് കൊടുത്തിട്ട് വാടാ ഇവിടെ മര്യാദയ്ക്ക്. എന്നാ ബുദ്ധിമുട്ടാണെന്ന് നോക്കിയോ? ശരി, ഒരു പ്രസൻറ്റും കൂടെ കൊടുക്കാം. അതെ, നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ നിന്ന് പോയി ഒന്നുകൂടെ ഞാൻ പ്രസൻറ്റ് കൊടുത്തിട്ടുണ്ട്. നെറ്റ് കണക്ഷൻ്റെ പ്രശ്നമാക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ട്. അതാരാ? സോറി, കനോട്ട് ഷെയർ യുവർ സ്ക്രീൻ. ഡിസ്മിസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു ശ്രമം കൂടെ നടത്താം. നമുക്ക് അതിനുള്ള സമയമുണ്ട്. നോക്കട്ടെ, റെക്കോർഡിങ് എങ്ങനെയാണ് നോക്കട്ടെ. റെക്കോർഡിങ് ഓക്കെ, റെക്കോർഡിങ് ഇവിടെ ഇല്ലേ? ഞാൻ കൊടുത്തു, പിന്നെ ഇമെയിൽ ചെയ്തു, ഒന്നുകൂടെ ഓൺലൈൻ ക്ലാസ് എടുത്തു, എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് എടുത്തു, അതിൻ്റെ മോഡൽ 2 എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പ്രസൻറ്റ് ഒന്നുകൂടെ കൊടുക്കാം. വിൻഡോ എടുക്കാം. ഷെയർ എടുത്തു. ശരിയായ മതിയായിരുന്നു.
പാടാണ്. അപ്പം ഞാനൊന്നുകൂടെ എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വരാം കേട്ടോ. നിങ്ങളെല്ലാം കൂടെ ഓടിപ്പോയേക്കരുത്. 10-15 മിനിറ്റ് കൂടെ എങ്കിലും ഉണ്ട്, നമുക്ക് എടുക്കാം. ഒന്നുകൂടെ നോക്കാവേ. ഒന്നുകൂടെ എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കയറി വരാം. വാട്സാപ്പിലെടുത്തിട്ട് പ്രസൻ്റ് ആകടാ. ആയി സൈഡ് കൊടുത്തു. ആഹാ, എൻ്റെ ഓഡിയോ ഒക്കെ ഓഫായിരുന്നു. ഓഡിയോ ആണായി വരണേ. ഓഡിയോ ഓഫ് ആകുന്നുണ്ടല്ലോ. മക്കളെ കാണുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പം പരിപാടിക്ക് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. നമുക്കൊന്നുകൂടെ പരിപാടി തുടരാം. മൈ പ്രസൻറ്റേഷൻ ഈസ് ഗോയിങ് ഓൺ. വാട്ട് അബൌട്ട് മൈ റെക്കോർഡിംഗ്? ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ഓൺ, ബട്ട് വിച്ച് സ്ക്രീൻ ഈസ് റെക്കോർഡിംഗ്? അതും കൂടെ നോക്കിയോട്ടെ. ഈ സ്ക്രീൻ തന്നെയാണോ റെക്കോർഡ് ചെയ്യുന്നത്? നോക്കിക്കോട്ടെ, അതും കൂടെ എന്താ നോക്കിക്കോട്ടെ. നമുക്ക് മെഷീനെയൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി പാടാം. ഓക്കെ ഓക്കെ, അതാണ് ഷെയർ ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ കാശ്മീരിലായിരുന്നല്ലോ. ഞാൻ നമ്മുടെ കാശ്മീരിലെ ആടിനെ ഒന്ന് എടുക്കട്ടെ. എല്ലാവരും അവനവൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വേളം ഉണ്ടാക്കാൻ തുടങ്ങും. കാശ്മീരി റെഡ് സ്റ്റാക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാണുന്നില്ല പറഞ്ഞേക്കണം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റെഡ് സ്റ്റാക്ക്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മൃഗം വരികയാണ് കേട്ടോ. ലയൺ ഹെയിൽ മാക്കേ, അങ്ങനെയാണ് പറയുന്നത് എൻ്റെ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർക്കെങ്കിലും എന്താണെന്ന് ഇത് പറയാൻ പറ്റുമോ? ഇത്രയും പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. എത്ര പേരുണ്ട്? 20 പേരുണ്ട്. പറയാൻ പറ്റുമോടാ ആർക്കെങ്കിലും? എന്താ ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ആരോടെ ചോദിക്കേണ്ടി? എല്ലാവരും ഇങ്ങനെ ഓമകളെ പോലെ വെറുതെ ഇരിക്കുക. ആരോടെ ചോദിക്കേണ്ടി? നസീറേ, ഇതെന്താണ്? സിംഹവാലൻ കുരങ്ങ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാത്രമേ ഉള്ളൂ. കണ്ടോ, അവൻ്റെ ഏറ്റവും നല്ല ഫോട്ടോ ഞാൻ എടുത്തു വയ്ക്കുന്നത്. പ്രധാനമായിരുന്നു അവൻ്റെ നോട്ടം കണ്ടോ? ഇതുണ്ടോ? കണ്ടോ സെറ്റപ്പ്? വാലല്ലേ നോക്കി. വാലാണ് അവൻ്റെ യുണീക്ക്നെസ്. പിന്നെ വേറെ ചില പ്രത്യേകത ഉണ്ട്. ക്യാരക്ടറൊക്കെ വ്യത്യാസമാണ്. ഇത് നമ്മുടെ എവിടെയുള്ളതെന്നറിയോ? നമ്മുടെ എവിടെയുള്ളത്? സൈലൻറ്റ് വാലിയിലാണ് ഇതുള്ളത്. ഞാൻ എൻ്റെ ഫീച്ചേഴ്സ് വായിക്കാം. ദി ലയൺ ടൈൽഡ് മാക്കേ. മാക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒച്ച മാക്ക ആ രീതിയിലുള്ളൊരു ഒച്ച. ഈസ് എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ദാറ്റ് ഈസ് റിമൈനിങ് ഇൻ വെസ്റ്റേൺ ഗാർഡ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ദി വിക്കിപീഡിയ ഗിവ്സ് ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ അബൌട്ട് ദി ലയൺ ടൈൽഡ് മാക്കേ. അപ്പോൾ വിക്കിപീഡിയ എഡിറ്റ് ചെയ്ത് എടുത്തിട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അതുപോലെ ഇട്ടേക്കുന്നത്. വിക്കിപീഡിയ കോപ്പി എന്നൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കരുത്. പക്ഷേ ആക്ച്വലി നല്ല ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദി ലയൺ ടൈൽഡ് മാക്കേ ഈസ് എ റെയിൻ ഫോറസ്റ്റ് ഡ്വെല്ലർ. അവിടെയാണ് താമസം. അവൻ്റെ പുറത്തു പോകുന്നില്ല. അവൻ്റെ ജീവിതം അവിടെയാണ്. അവൻ്റെ ആവാസ വ്യവസ്ഥ, നമ്മളെ ഹാബിറ്റാറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ആക്റ്റീവ് എക്സ്ക്ലൂസീവ്ലി ഇൻ ഡേ ലൈറ്റ് ഹവേഴ്സ്. അതാണ്. അപ്പോൾ ആക്റ്റീവ് രാത്രിയിൽ അവൻ ഇറങ്ങിയല്ല, പേടിയായിരിക്കും നമ്മളെപ്പോലെ. ഇറ്റ് ഈസ് ഗുഡ് ക്ലൈംബർ. നല്ല മരത്തെ കയറും. ആൻഡ് സ്പെൻസ് എ മജോറിറ്റി ഓഫ് ലൈഫ് ഇൻ ദി ലേയേഴ്സ് ഓഫ് ട്രീസ്. നമ്മൾ ഈ വയനാട്ടിലെ ചുരം കയറുമ്പോഴത്തേക്കും ഭിത്തിയെ കയറിയിരിക്കുന്ന കുരങ്ങിനെ പോലെ ഒന്നുമില്ല. ഇത് ആ ട്രീയുടെ ലേയേഴ്സിൽ ജീവിക്കും. അൺലൈക്ക് അതർ മേക്കേഴ്സ് ഇറ്റ് ടിപ്പിക്കലി അവോയ്ഡ്സ് ഹ്യൂമൻസ് വെൻ പോസിബിൾ. പരമാവധി മനുഷ്യരെ ഒഴിവാക്കും. അതാണ് അവൻ്റെ ഏറ്റവും വലിയ. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രൂപ്പ് ബിഹേവിയർ. താമസിക്കുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പായിട്ടാണ്, അല്ല ഒരുമിച്ച് ഒറ്റയടിക്കാൻ പോകില്ല. ദി ലയൺ ടൈൽഡ് മാക്കേ ഈസ് മച്ച് ലൈക്ക് അതർ മാക്കേഴ്സ് ലിവിങ് ഇൻ ഹൈറാർക്കിക്കൽ ഗ്രൂപ്പ്സ് ഓർ യൂഷ്വലി 10 to 20 members. ഓക്കെ, യൂഷ്വലി 10 to 20 members വിച്ച് ഈസ് യൂഷ്വലി കൺസിഡർ ഫ്യൂ മെയിൽസ്. കുറച്ച് മെയിലേ കാണുള്ളൂ, മെനി ഫീമെയിൽസ്. ഇറ്റ് ഈസ് എ ടെറിട്ടോറിയൽ ആനിമൽ. എന്ന് പറഞ്ഞാൽ അറിയോ, അതിൻ്റെ ഏരിയയിൽ വേറെ ഗ്രൂപ്പുകളോ വേറെ കുരങ്ങന്മാരാ വന്നു കഴിഞ്ഞാൽ ഓടിക്കും. അതാണ് ടെറിട്ടോറിയൽ. ഒരു ടെറിട്ടറി ഉണ്ട്. നമുക്ക് ഈ പട്ടി കാണാൻ മേലെ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. അതുപോലെ തന്നെ സിംഹത്തിന് ഒരു ടെറിട്ടറി ഉണ്ട്. അതിൻ്റെ ടെറിട്ടറി വേറെ ആൺസിംഹം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോരാട്ടമായിരിക്കും. ആ പോരാട്ടത്തിൻ്റെ അവസാനം ഒരാൺസിംഹത്തിൻ്റെ കാര്യം പോക്കാം. ഇതുപോലെ ആന എങ്ങനെയാണ്? ആന ഈ കൊമ്പൻ എങ്ങനെ ഉണ്ടാകുന്നത്? ഒറ്റയാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് പല മെയിലുണ്ടെങ്കിൽ ഒരു മെയിലിനെ പോരടിച്ച് ഏറ്റവും അവസാനം ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവനാണ് ഒറ്റയാൻ. ഒറ്റയാന്മാർ ഭയങ്കര അപകടം. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുക. അപ്പം മനുഷ്യർക്ക് കയറിയാൽ ഭയങ്കര അപകടമാണ്. അതുപോലെ മൃഗങ്ങൾക്ക് കയറിയാൽ ഭയങ്കര. അപ്പോൾ ഇതൊരു ടെറിട്ടോറിയൽ ആനിമലാണ്. ടെറിട്ടറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫെൻഡിങ് ഈസ് ഏരിയാസ് ഫസ്റ്റ് വിത്ത് ലൗഡ് ക്രൈസ് ടുവേഴ്സ് ദി ഇൻവേഡിങ് ട്രൂപ്സ്. വേറെ ഏതെങ്കിലും ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനേരെ ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കും. ഇഫ് ദിസ് പ്രൂവ്സ് ടു ബി ഫ്രൂട്ട്ലെസ്, ഇത് പറ്റിയില്ലെങ്കിൽ ഇറ്റ് ബ്രോൾസ് അഗ്രസീവ്ലി, ഭയങ്കരമായിട്ട് കാർച്ച് നടത്തും. ദീസ് അഗ്രസീവ് ഇൻട്രാക്ഷൻസ് ക്യാൻ റേഞ്ച് ഫ്രം എ സിമ്പിൾ ചേസ്
ഓർ ഇഗ്നേറ്റിംഗ് എ ഫൈറ്റ് വെൻ ഫീലിംഗ് aggravated. അപ്പോൾ ഇതിനെ പറ്റിയില്ലെങ്കിൽ ഭയങ്കര യുദ്ധങ്ങളായിരിക്കും. അപ്പോൾ അതാണ് ഇവരുടെ ഒരു സ്വഭാവം. സാധാരണ കുരങ്ങന്മാരെ പോലെ കാണാനും വ്യത്യാസമുണ്ട്, സ്വഭാവത്തിലും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, സിംഹവാലൻ കുരങ്ങ്, ലയൺ ടെയിൽഡ് മാക്കേ. ഓക്കെ, സോ ഇതിനെ നമുക്ക് സൂലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ മെരുങ്ങൊന്നുമില്ല. പിടിച്ചിട്ടാലും അവനവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുക. അവൻ്റെ യഥാർത്ഥ സ്വഭാവം അവന് ഗ്രൂപ്പിലാണ് കാണിക്കുന്നത്. ഗ്രൂപ്പിൽ ജീവിക്കുന്നവരാണ് ഈ സിംഹവാലൻ കുരങ്ങ്. കണ്ടോ, ശരിക്കും ഞാൻ ലുക്കാൻ നോക്കി ചിമ്പാൻസിയെ പോലെ ഇരിക്കും. നമ്മൾ ഇവയൊക്കെ കുരങ്ങന്മാരെല്ലാം കാണാൻ എല്ലാം കുരങ്ങെന്ന് വിളിച്ച് ഓടിക്കരുത്, മറിച്ച് ഓരോരുത്തരും ഓരോ പ്രത്യേകതയുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആനിമലാണ്. നമ്മുടെ വെസ്റ്റേൺ ഘാറ്റിലുള്ളൂ, റെയിൻ ഫോറസ്റ്റിലുള്ളൂ, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ സൈലൻറ്റ് വാലിയിലാണ് ഇവ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, സൈലൻറ്റ് വാലിയുടെ ആനിമലാണ്. ഇനി അടുത്ത 9ാമത്തെ ഏഷ്യാറ്റിക് ലയൺ. ലയനുള്ള 2 കോണ്ടിനെൻ്റ് ഉണ്ടോ, അഭിമാനത്തോടെ പറയാം. 1 ആഫ്രിക്ക, 2 ഇന്ത്യ. ഇന്ത്യയിലെ ഗിർ ഫോറസ്റ്റ് ഗുജറാത്തിൽ ലയനുണ്ട്. ഇപ്പം നമ്മൾ അശോകയുടെ പില്ലറിൽ ലയനുണ്ട്, ശരിയല്ലേ, നിങ്ങൾ കണ്ടിട്ട് കാണും. അപ്പം അത് നമ്മുടെ ദേശീയ എംബ്ലമൊക്കെ നമ്മൾ മാറ്റി. കാരണം ദേശീയ എംബ്ലത്തിൽ ലയൺ എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമല്ലേ. അപ്പം ആ ലയൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഏഷ്യാറ്റിക് ലയനേക്കാൾ മുഴുപ്പുണ്ട് നമ്മുടെ കടുവയ്ക്ക്, ഏഷ്യാറ്റിക് ലയൺ ടൈഗറിന്. അതാണ് നമ്മൾ കടുവയെ ഇത്ര ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം. കടുവ ദേശീയ മൃഗമായിട്ടുള്ള ഒത്തിരി രാജ്യങ്ങളുണ്ട്. 1 സെക്കൻഡ്, ഞാനത് റീഡ് മോഡിലിട്ടോട്ടെ. ഓക്കെ, സോ ഏഷ്യാറ്റിക് ലയൻ നമ്മൾ കാണുക. നമ്മൾ ആഫ്രിക്കൻ ലയൻ്റെ അത്രയും മുഴുപ്പ് കാണില്ല. പക്ഷേ എന്താണ് പറയുക, ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ലയനെല്ലാം ഒരുപോലെ. ഏഷ്യയിലെ ലയൻ അല്പം ചെറുതാണ് ഈ ആഫ്രിക്കയിലെ ലയനെ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാം? അതിന് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ശരീരവും നമ്മുടെ ജനറ്റിക് ജീനും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ്. ഏഷ്യയിൽ ഭയങ്കര വലിയ ഫോറസ്റ്റിൽ ഇവിടുത്തെ പുല്ലൊക്കെ നിങ്ങൾ കണ്ടോ? ഈ പുല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയൊന്ന് 1 മീറ്റർ ഉണ്ട്. അതേസമയം ആഫ്രിക്കൻ സാവനയിലെ പുല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു 3 മീറ്റർ 4 മീറ്റർ പൊക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടൊരു സിംഹം നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുല്ല. എന്നാ പൊക്കമായിരിക്കും? സാവന്ന എന്ന് പറയും. സാവന്ന എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ വനം. അപ്പോൾ അവിടുത്തെ ശരിക്കും പറയുകയാണെങ്കിൽ പുൽമേടുകളിലെ പുല്ലെന്ന് പറയുന്നത് ഇമാർ നിന്ന് കഴിഞ്ഞാൽ പോലും കാണത്തില്ല മറ്റ് ജീവികൾ, അത്രയും വലിയ പുല്ല്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവർക്ക് അത് വളരെ വളർന്ന് തിന്ന് വലുതായി, ഈച്ചോടെ വലുതാണ്. ഏഷ്യാറ്റിക് ലയനേക്കാൾ അല്പം കൂടെ വലുതാണ്. അപ്പോൾ ഏഷ്യാറ്റിക് ലയൻ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസാണ്. പണ്ടൊക്കെ ഇതിനെ ഭയങ്കര വേട്ടയാടുമായിരുന്നു, ഇപ്പോൾ എണ്ണത്തിൽ കുറവാണ്. ഓക്കെ, ദെൻ കംസ് ദ റോയൽ ബംഗാൾ ടൈഗർ. ഇതിൻ്റെ പ്രത്യേകത അറിയാം, ഭയങ്കര സൈസാന്നുള്ളതാണ്. അപ്പോൾ ഒരു സിംഹത്തിനേക്കാളും സൈസാണ് ഈ റോയൽ ബംഗാൾ ടൈഗർ. ഇവർ തമ്മിൽ ഏറ്റുമുട്ടാറില്ല. സൈസ് കാരണവും ലുക്ക് കാരണവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ടൈഗർ. അതിൻ്റെ വരയൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിലേ, നമ്മൾ ശരിക്കും ഒരു ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ, ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് പുലിയല്ല, ടൈഗറാണ്, കടുവയാണ്. കടുവയും പുലിയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു മജസ്റ്റിക് ആനിമലാണ്, ക്യാറ്റ് ഫാമിലി പെടുന്നതാണ്. ഇതെല്ലാം ക്യാറ്റ് ഫാമിലി പെടുന്നതാണല്ലോ. അപ്പോൾ ഇറ്റ്സ് എ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. പോച്ചിങ് ആൻഡ് ഹാബിറ്ററ്റ് ലോസ് ലെഡ് ടു ദ ഡിക്ലൈൻ. അപ്പം ഈ ഇന്ത്യയുടെ നാഷണൽ ആനിമലാണ് ബംഗാൾ ടൈഗർ. വേറെ പലയിടത്തും ടൈഗർ ഉണ്ട്. ചൈനയിലൊക്കെ ടൈഗർ ഉണ്ട്. കംജാത്ക പെനിൻസുല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. കംജാത്ക പെനിൻസുല ഒരു സ്ഥലമാണ്. ഞാനൊക്കെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്. എവിടെ അറിയോ? റഷ്യയിലാണ്. അതിൻ്റെ ചൈനയുടെ അടുത്തുള്ള റഷ്യയിലെ ഒരു സ്ഥലമാണ് കംജാത്ക പെനിൻസുല. ഇങ്ങനെ ഭയങ്കര താഴ്ന്നു കിടക്കും. അപ്പോൾ ആ സ്ഥലത്തിലുണ്ടെന്ന് അറിയാം, അവിടെ ടൈഗർ ഉണ്ട്. അവിടെ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തിലെ വളരെ ചുരുക്കം ചില റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകളാണ് മഴ ഭയങ്കര കൂടുതലാണ്. ഈ കംജാത്ക പെനിൻസുല അവിടെ ടൈഗർ ഉണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ബംഗാൾ ടൈഗറിൻ്റെ അത്ര മുഴുപ്പില്ല. ആ മുഴുപ്പ് കൊണ്ടും സൈസ് കൊണ്ടും ബ്യൂട്ടി കൊണ്ടാണ് നമ്മൾ ബംഗാൾ ടൈഗറിനെ അത്രയധികം നമ്മൾ ഭയങ്കര സൂപ്പറാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ബംഗാൾ ടൈഗർ. ഓക്കെ, അപ്പോൾ ബംഗാൾ ടൈഗറിനെ നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. ലുക്കുണ്ടോ? ഞാൻ ഏറ്റവും നല്ല ഫോട്ടോ തന്നെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത്ര മുഴുപ്പ് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഫോട്ടോയുടെ ഒരു എഫക്റ്റ് ഉള്ളത്, നല്ല സൈസുള്ളതാണ്. അതിൻ്റെ ലുക്കൊക്കെ ഉണ്ടോ? ദിസ് ഈസ് റോയൽ ബംഗാൾ ടൈഗർ. ശരിക്കും അതിൻ്റെ ഡിസൈനാണ് ഭയങ്കരം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ടൈഗർ ഈസ് ഡിക്ലൈനിങ്. പെരിയാറിലെ ടൈഗർ റിസർവാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ആനിമൽസാണ് എൻഡേഞ്ചർ സ്പീഷീസായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളൊന്ന് ഓർക്കണം. ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ആദ്യം നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ കുറേ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ വിട്ടുപോയി. വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. 3rd ഇയർ ആണ്. ഇപ്പം ചില ടെക്നിക്കൽ വാക്കുകളൊക്കെ ഞാൻ ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഡിക്ഷണറി പോയി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കുക. കാരണം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോന്നും. അപ്പോൾ സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ആസ് വെൽ ആസ് വാട്ട് വി ക്യാൻ സേ ഡിഫറെൻറ്റ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി റീജിയൻസ്. ആ റീജിയൻസ് ഭയങ്കര നോർത്ത് ഈസ്റ്റൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട. നോർത്ത് ഈസ്റ്റ് ഇഷ്ടംപോലെ ബാമ്പു ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ 48 തരം ബാമ്പു ഉണ്ട്. ബാമ്പു എന്ന് പറഞ്ഞാൽ എന്നാ അറിയാം? മുള എന്ന് പറയും. ഓക്കെ,
അപ്പോൾ ആ റീജിയൻസിലെല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് മെൻഷൻ ചെയ്യണം. ഇങ്ങനെ ഓരോന്നും താഴോട്ട് അങ്ങ് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നാൽ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത അവറിൽ എടുക്കാം. കാരണം അടുത്തൊരു ടോപ്പിക്കാണല്ലോ, എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ശരിക്കും ഒരു കുഞ്ഞു ടോപ്പിക്കായിരുന്നു, പക്ഷേ നമ്മൾ ഒത്തിരി തടസ്സം കാണാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, തൊടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റിയില്ല. ഏതാണെന്ന് അറിയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ക്ലാസ്. താങ്ക്സ് ഫോർ ലിസണിങ്. ഞാനത് നമ്മുടെ എവിടെ ഇട്ടേക്കാം? ക്ലാസ് റൂമിലിട്ടേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഭീഷണിയാന്ന് വിചാരിച്ചു. നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്തൊക്കെ ഭയങ്കര കുറവാണ്, അയച്ചോടെയൊക്കെ ചെയ്യണം. ഇപ്പം ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് ചെറിയ എൻഗേജിങ് ആയിപ്പോയി പലയിടത്തും. അസൈൻമെൻറ്റ് അന്നത്തെ ദിവസം എനിക്ക് നോക്കാൻ പറ്റിയില്ല. അത് ചില ദിവസം അങ്ങനെ വരും, നമുക്ക് ഭയങ്കര ഹെവി വർക്ക് വരുമ്പോൾ നമ്മൾ മടുത്തു പോകും. അസൈൻമെൻറ്റ് നോക്കാനൊന്നും എളുപ്പമൊന്നുമല്ല. നിങ്ങൾ പിന്നെ വേറെ ഒരു കാര്യമായിട്ട് കൂടെ നിങ്ങൾ ടോപ്പിക്ക് തെറ്റിച്ച് അസൈൻമെൻറ്റ് ഇടരുത്. ചിലരിടുന്നതൊക്കെ ടോപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ല. അപ്പോൾ നമ്മൾ തന്നെ അറിയും, ഒരല്പം കൂടെ നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യുക, അന്നന്ന് ചെയ്ത് തീർക്കുക. 4-5 ദിവസമൊക്കെ തരുന്നുണ്ടെങ്കിൽ അന്നന്ന് ചെയ്ത് തീർക്കുക. എല്ലാവരുടെയും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഞാനത് വെരിഫൈ ചെയ്തിട്ട് തിരിച്ചയച്ചോളാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തിട്ട് അറ്റൻഡൻസ് എടുത്തോട്ടെ.